കഴിഞ്ഞ 1-2 ദിവസം മുന്നേ മുസ്ലിം സുഹൃത്തുക്കൾ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ബോട്ടിമിൽ വരെ എനിക്ക് കുറെ സുഹൃത്തുക്കൾ ഒരു വീഡിയോ ലിങ്ക് അയച്ചു തന്നിട്ട് നിന്നെ കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞതാ, നീ അത് കേട്ടിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല. ദാ ഈ വീഡിയോ. ഇവനെ പോലുള്ള മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം? ഇത് തസ്മീർ MP. ഇയാള് ഓണത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ടു. സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസർ മറ്റുമാണ്. തസ്മീർ MP-യുടെ ഫോൺ നമ്പർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് തരണം. അവരെ വിളിച്ചിട്ട് രണ്ട് വർത്താനം പറയാതിരിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം എന്താണെന്ന് പറഞ്ഞെന്ന് കേൾക്കാം, എന്നിട്ട് നിങ്ങൾ നമ്മളോട് എഗ്രി ചെയ്യുന്നതും കൂടെ പറയണം. ആദ്യം ഈ തസ്മീർ MP-യുടെ വീഡിയോ, ഈ തസ്മീറിന്റെ നമ്പർ കിട്ടി അറിയിക്കണം. എനിക്ക് തസ്മീർ എവിടെയാണെന്ന് അറിയില്ല, ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി, അത് നമ്പറൊന്നും കിട്ടിയില്ല. തസ്മീറിനെ ഉറപ്പായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു സദ്യക്ക് വിളിക്കും. ഇതേപോലുള്ള മുസ്ലിം സഹോദരങ്ങളെ കണ്ടാൽ അപ്പം തന്നെ നമ്മള് അവരെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. എന്താ പറയണേ, നമ്മൾ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കുക. എനിക്ക് തസ്മീറിന്റെ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് നല്ല രസകരമായ, ഇത്തരം ന്യൂ ജനിലെ ആൾക്കാർ ക്രിയേറ്റീവായ രീതിയിൽ, അതായത് വളരെ പോസിറ്റീവായ രീതിയിൽ അപ്പോ പോണം. എനിക്ക് തസ്മീറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്മീറിന്റെ ഇതാണ്. തസ്മീറിന്റെ മോൾ, മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാണ്, കാവലാളാവുക നാം. ഏത് പാർട്ടിക്കാരനാണോ ഒന്നും എനിക്കൊരു പിടിയില്ല. ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കോൺഗ്രസ്സുകാരനാ, കമ്മ്യൂണിസ്റ്റുകാരൻ, ഏത് മുസ്ലിം ലീഗുകാരനാ, ആര് വേണമെങ്കിലും ആകാം. എന്നിട്ട് അടുത്തത് നല്ലൊരു ഇതാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതായത് ഓണം ആഘോഷിക്കുമ്പോൾ, ഓണം അടിസ്ഥാനപരമായി നമ്മൾ മഹാബലി ആഘോഷിക്കുന്നതാണ്, ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. നമ്മളിപ്പോ ക്രിസ്മസ് ആണെങ്കിലും നബിദിനമാണെങ്കിലും അല്ലെങ്കിൽ വേറെ റംസാന, വലിയൊരു ഇന്റഗ്രേഷന്റെ മെസ്സേജാണ്. തൊട്ടു മുമ്പ് ഇവരെല്ലാം കൂടി ചുമ്മാ പ്രാർത്ഥിക്കുന്നതാണ്. വളരെ സന്തോഷമുള്ളതാണ് കേട്ടോ. തസ്മീർ എനിക്ക് ഇഷ്ടപ്പെട്ടു. തസ്മീറിന്റെ കോണ്ടന്റുകളൊക്കെ ഞാൻ നമ്പറിന് ശ്രമിക്കുന്നുണ്ട്. തസ്മീർ കിട്ടിയാൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തസ്മീറിന്റെ നമ്പർ അയച്ചിട്ട് ഞാൻ വിളിച്ചോളാം. ഞാൻ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ഇതാ കാണാത്തവർക്ക് വേണ്ടി ഇത്തിരി. ഓണം ആഘോഷിക്കുന്ന എന്റെ മുസ്ലിം സുഹൃത്തുക്കളോടാണ് ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം പലർക്കും ഇത് ഇഷ്ടപ്പെടൂല, വർഗീയത പറയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ വീഡിയോ തുടക്കത്തിൽ കാണുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു 1/2 മിനിറ്റ് നേരം ആളുകൾ കാണുമ്പോൾ അവർക്ക് എന്ത് വികാരമാണോ മനസ്സിലുണ്ടാവുന്നത്, അതേ വികാരമായിരുന്നു രാവിലെ രാഹുൽ ഈശ്വറിന്റെ വീഡിയോ പലരും എനിക്ക് അയച്ചു തന്നപ്പോൾ പ്രത്യേകിച്ച് അതിന്റെ തമ്പനയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ രാഹുൽ ഈശ്വറെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ പല വാക്കുകളും പല സ്റ്റേറ്റ്മെന്റുകളും ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ കേട്ടിരിക്കുന്ന ആളാണ്. കാരണം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഏതൊരാൾക്കും ആ സംസാരം വ്യക്തമായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. പല സ്റ്റേറ്റ്മെന്റുകളും, അയ്യപ്പനെയും വാവരെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പുതിയ അറിവാ, ഒരുപാട് കേട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ ഈശ്വറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ വീഡിയോക്ക്, രാഹുൽ ചെയ്ത വീഡിയോ വെച്ചിട്ട് ഞാനും എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ട്. എന്നെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ചോദിക്കണം, പറയണം, ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള പല വിഷയങ്ങളും ഞാൻ എൻ്റെ നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചിരിക്കും, നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കും. ഓണത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ഒരുമിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കും തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് താങ്ക്സ്.